ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഓപ്ഷൻ ട്രേഡർ സക്സസ്ഫുൾ ആകാനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളെ കുറിച്ചിട്ടാണ്. F&O ട്രേഡേഴ്സിന് വേണ്ടി നമ്മൾ ഓൾറെഡി ഒത്തിരി വീഡിയോസ് ഗ്രോ യൂട്യൂബ് മലയാളം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ ഐ ബട്ടണിൽ പോവുക, ആ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഒരു ബിഗിനർ ഫേസിൽ നിന്ന് ഒരു എക്സ്പോർട്ട് ലെവലിലോട്ട് ഒരു F&O ട്രേഡറിന് എങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, അവർ ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റുകൾ എന്തൊക്കെയാണ്, ഇന്ന് നമുക്ക് ആ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് പൈസ കളയാനും സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ്. സെബിയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം 10ൽ 9 F&O ട്രേഡേഴ്സും നഷ്ടത്തിലാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ F&O ട്രേഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം. ഓപ്ഷൻസിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിരിക്കണം. നമുക്ക് കൃത്യമായിട്ടുള്ള റൂളുകൾ സെറ്റ് ചെയ്ത് അത് ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതാണ് ആക്ച്വലി ഒരു സക്സസ്ഫുൾ ട്രേഡറും ഒരു ലോസ് മേക്കിംഗ് ട്രേഡറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അപ്പൊ നമുക്കൊരു സക്സസ്ഫുൾ ആകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ഒഴുക്കിന്റെ കൂടെ നീന്തണം എന്നുള്ളതാണ്. അതായത് മേജർ ട്രെൻഡ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് മേജർ ട്രെൻഡിന്റെ കൂടെ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യണം. പല ആളുകളും ഓപ്പോസിറ്റ് ട്രേഡുകൾ ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് നമുക്ക് അനുകൂലമായിട്ട് മാർക്കറ്റ് ചെറുതായിട്ട് മൂവ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാർക്കറ്റ് മൂവ് ചെയ്യുകയും വലിയ ലോസുകൾ അടിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അതിനുള്ള കാരണം എന്താണ്? നിങ്ങൾ ഇപ്പൊ ഒരു 3 മിനിറ്റോ 1 മിനിറ്റോ 5 മിനിറ്റ്സോ മാത്രം നോക്കിക്കൊണ്ട് ആ ഒരു 3 മിനിറ്റിന്റെ അല്ലെങ്കിൽ 5 മിനിറ്റ്സിന്റെ ട്രെൻഡിൽ ട്രേഡ് ചെയ്യും. ബട്ട് നിങ്ങൾ 1 അവറിലോട്ടോ 4 അവറിലോട്ടോ ഡേ ക്യാൻഡിലോട്ടോ പോകുമ്പോൾ മേജർ ട്രെൻഡ് നിങ്ങൾ ട്രേഡ് ചെയ്തതിന്റെ എഗെയിൻസ്റ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒഴുക്കിന് എതിരെ നീന്തി വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്താണ്? ഒഴുക്കിന്റെ കൂടെ നീന്തുക എന്നുള്ളതാണ്. അപ്പോൾ മേജർ ട്രെൻഡിൽ എപ്പോഴും ട്രേഡ് ചെയ്യുകയും വലിയ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കും. ഞാനൊരു എക്സാമ്പിൾ സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ മേജർ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറും ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ ഓപ്ഷൻസിൽ നിങ്ങൾ സ്കാൽപ്പിങ്ങോ ചെറിയ ട്രേഡ്സ് ഒക്കെ ചെയ്താൽ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല, നിങ്ങൾക്ക് റൂൾസ് ബേസ് ചെയ്താൽ. എന്നാൽ ഒരിക്കലും ഫ്യൂച്ചറിൽ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ്സ് ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും പൊസിഷണൽ ട്രേഡ് ചെയ്യുക. വലിയ ടാർഗറ്റ്സ്, ഒരു മിനിമം നല്ലൊരു പ്രോഫിറ്റ് എടുക്കുന്ന രീതിയിൽ മാത്രമാണ് നിങ്ങൾ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുമ്പോൾ സെബി ചാർജസ്, STT, GST എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചാർജസ് ആണ് വരുന്നത്. ഒരു ഫ്യൂച്ചറിന്റെ ടേൺ ഓവർ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപയാണ്. അപ്പൊ ഒരു ഫ്യൂച്ചർ ബൈ ചെയ്ത് സെല്ല് ചെയ്യുമ്പോൾ ഏകദേശം 15 ലക്ഷത്തിന് മുകളിലുള്ള ഒരു ടേൺ ഓവർ ട്രേഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ചാർജസ് തന്നെ ഏകദേശം 300 to 500 റുപ്പീസിന്റെ അടുത്ത് വരും, ബ്രോക്കറേജ്, അതർ ചാർജസ് എല്ലാം ചേർത്തിട്ട്. അപ്പോൾ എന്താണ് പ്രോബ്ലം? നമ്മളൊരു 300, 400, 500 രൂപയൊക്കെ എടുക്കുന്നുള്ളൂ, പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നുള്ളൂ എങ്കിൽ അത് നമുക്ക് ചാർജസ് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഒരു ദിവസം നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂജ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെയാണ് നമുക്ക് ഓപ്ഷൻസ് ഉപയോഗിക്കേണ്ടത്. ഓപ്ഷൻസിന്റെ വാല്യൂ ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ ടേൺ ഓവർ ചാർജസ് കുറവും, നമുക്ക് തന്നെ ചാർജസ് ഫ്യൂച്ചറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ 10-1 അതിനേക്കാൾ കുറവൊക്കെ മാത്രമായിരിക്കും. അപ്പോൾ ചെറിയ ട്രേഡുകൾ, ഇൻട്രാഡേ ട്രേഡുകൾ, ചെറിയ ട്രെൻഡുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാനും നമുക്ക് നല്ല ലെങ്ത് ആയിട്ടുള്ള വലിയ മേജർ ട്രെൻഡുകൾ നിങ്ങൾ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജസ് തന്നെ ഒത്തിരി സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, എല്ലാ ദിവസവും ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, സൈഡ് വൈസ് മാർക്കറ്റിൽ നിങ്ങൾ ഓപ്ഷൻ ബൈ ചെയ്യരുത് എന്നുള്ളതാണ്. നമുക്കറിയാം മാർക്കറ്റ് 70% ദിവസങ്ങളിലും സൈഡ് വൈസ് മാർക്കറ്റ് ആണ്. ബാക്കിയുള്ള 30% മാത്രമാണ് മാർക്കറ്റ് ഏതെങ്കിലും ഒരു ട്രെൻഡി ഡേ ആയിട്ട് ഉണ്ടാകുക. അപ്പൊ 70% ദിവസങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ ബൈ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ സൈഡ് വൈസ് മാർക്കറ്റിൽ കൃത്യമായിട്ട് ഓപ്ഷൻ ബൈ ചെയ്യാതിരിക്കണം. നിങ്ങൾ ടൈം ഫ്രെയിംസ് നോക്കുക. മാർക്കറ്റ് കൺസോളിഡേഷനിലോ അക്യുമുലേഷനിലോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിലോ ഒക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ ഓപ്ഷൻ ബൈ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്യാതിരിക്കുക. ഇവിടെ നമ്മൾ ഇൻഡെക്സിന്റെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന എന്താണ്? ഒരു പ്യുവർ
ലോവർ ലോ ഡൗൺ സൈഡ് സ്ട്രക്ചറിനെയാണ് കാണാൻ പറ്റുക. ഇത് നമ്മൾ 3 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ 3 മിനിറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്പ് ട്രെൻഡ്, മേജർ ട്രെൻഡ് ഒരു അപ്പ് ട്രെൻഡിലാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾ 3 മിനിറ്റിൻ്റെ ട്രെൻഡിൽ ട്രേഡ് ചെയ്യണം, അതോ 50 മിനിറ്റ്സിൻ്റെ ട്രെൻഡിൽ ട്രേഡ് ചെയ്യണം? നമ്മൾ 50 മിനിറ്റ്സ് മാറ്റി 1 അവർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മേജർ ട്രെൻഡ് അപ്സൈഡ് ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ മേജർ ടൈം ഫ്രെയിമിലെ ട്രെൻഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിൽ 3 മിനിറ്റിലൊക്കെ നമുക്ക് താഴത്തോട്ട് വന്ന് 3 മിനിറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു മേജർ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മേജർ ട്രെൻഡിൽ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മാർക്കറ്റിൽ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സൈഡ് വൈസ് മാർക്കറ്റിൽ നമ്മൾ ഓപ്ഷൻ ബൈ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ ദിവസവും ഓപ്ഷൻ ബൈ ചെയ്തേ സാധിക്കത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകൾ. അപ്പൊ എല്ലാ ടൈപ്പ് മാർക്കറ്റിലും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഓപ്ഷൻ ബൈ. നമുക്ക് നല്ല മൊമെന്റം ഉണ്ടെങ്കിൽ മാത്രമാണ് ഓപ്ഷൻ ബൈയിൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഐസ് ക്യൂബ് പോലെയാണ്. എന്താണ് സംഭവിക്കുക? ഗ്രാജുവലി മാർക്കറ്റ് മൂവ് ചെയ്യാതെ നിന്നാൽ, നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണ്ട, മൂവ് ചെയ്യാതെ നിന്നാൽ പോലും ഒരു ഐസ് ക്യൂബ് മെൽറ്റ് ആകുന്നത് പോലെ നമ്മുടെ പ്രീമിയം മെൽറ്റ് ആയിട്ട് നമുക്ക് വലിയ ലോസസ് വരുന്ന സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് 70% ദിവസങ്ങളിലും സൈഡ് വൈസ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തോളണം? നമ്മൾ മൊമെന്റം ഉള്ള ദിവസങ്ങളിൽ മാത്രം ഓപ്ഷൻ ബൈ ചെയ്യണം. സൈഡ് വൈസ് മാർക്കറ്റുകളിൽ നമ്മൾ ഓപ്ഷൻ ബൈനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നാലാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ചെറിയ ബുള്ളിഷ് ആൻഡ് ചെറിയ ബീറിഷ്, ഒരു സ്മോൾ ട്രെൻഡ് ഉള്ള ദിവസങ്ങളിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനേക്കാൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സെല്ലാണ്. അതായത് സ്പ്രെഡുകൾ, കോൾ സ്പ്രെഡും പുട്ട് സ്പ്രെഡും ആണ് അത്തരത്തിലുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. ഒരു ബുള്ളിഷ് മൊമെന്റം ഉള്ള, ചെറിയ ബുള്ളിഷ് മൊമെന്റം ഉള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തോളണം? നമ്മൾ പുട്ട് സ്പ്രെഡിനെ ക്രിയേറ്റ് ചെയ്തോളണം. അതായത് അറ്റ് ദ മണി പുട്ടിനെ സെല്ല് ചെയ്തുകൊണ്ട് OTM പുട്ടിനെ ഹെഡ്ജ് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഒരു ബീറിഷ് മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്തോളണം? നമ്മൾ അറ്റ് ദ മണി കോളിനെ സെല്ല് ചെയ്തുകൊണ്ട് OTM കോളിനെ ഹെഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് കോളിനെ സെല്ല് ചെയ്യാം. ഒരു 35,000 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നല്ല പ്രോഫിറ്റബിൾ സ്ട്രാറ്റജിയാണ്. ഞാൻ 1-2 സ്ട്രാറ്റജീസ് ഇങ്ങനെ സ്ക്രീനിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ മാർക്കറ്റ് ഒരു സ്മോൾ ബുള്ളിഷ് ആൻഡ് സ്മോൾ ബീറിഷിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ട്രേഡ് പറയാം. അറ്റ് ദ മണി 21,600 ആണ് എന്ന് നമ്മൾ കരുതുക. മാർക്കറ്റ് സ്മോൾ ബുള്ളിഷ് ആണ് എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അറ്റ് ദ മണിയുടെ പുട്ട് ഓപ്ഷന് നമ്മൾ സെല്ല് ചെയ്യുക. എന്നിട്ട് OTM പോയിട്ട് ഒരു 200 പോയിന്റ് അല്ലെങ്കിൽ 100 പോയിന്റ്, ഇവിടെ ഞാൻ 200 പോയിന്റാണ് എടുത്തിരിക്കുന്നത്, 200 പോയിന്റ് OTM പോയിട്ട് പുട്ടിനെ ബൈ ചെയ്തുകൊണ്ട് ആ ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഹെഡ്ജ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഒരു സ്മോൾ ബീറിഷ് ആണെങ്കിൽ, മാർക്കറ്റ് താഴത്തോട്ട് പോകുന്ന കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ കോളിനെ വേണം സെല്ല് ചെയ്യാൻ. അറ്റ് ദ മണി കോളിനെ നമ്മൾ സെല്ല് ചെയ്യുന്നു, OTM കോളിനെ ബൈ കൊടുക്കുന്നു. ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഒരു സ്മോൾ ബുള്ളിഷ് ഓൾ സ്മോൾ ബീറിഷ് മാർക്കറ്റിൽ നമുക്ക് മികച്ച പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ റൂളിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എല്ലാ ട്രേഡേഴ്സിനും അവരുടേതായ ട്രേഡ് സെറ്റപ്സ് ഉണ്ടാവും. ആ സെറ്റപ്സ് വരുന്നത് വരെ പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. നല്ല ട്രേഡ്സ് മാത്രം എടുക്കുക. അല്ലാതെ എല്ലാ ദിവസവും 9:15 തന്നെ എൻട്രി എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ റൂളുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന, നമ്മുടെ സെറ്റപ്പുകളിൽ വരുന്ന നല്ല ട്രേഡുകൾ മാത്രം എടുക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ ആകാനായിട്ട് സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, എത്ര ശതമാനം സക്സസ് റേറ്റ് വേണം എന്നാണ്. പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് 90% സക്സസ് റേറ്റ് വേണം, 80% സക്സസ് റേറ്റ് വേണം എന്നൊക്കെയാണ്. എന്നാൽ ഒരു ഡയറക്ഷണൽ ട്രേഡ്, പ്രത്യേകിച്ച് ഓപ്ഷൻ ബയ്യറിന് ഒരു 40%, 35% ഒക്കെ സക്സസ് റേറ്റ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാനും സക്സസ്ഫുൾ ആകാനും സാധിക്കും. അതെങ്ങനെയാണ്? അവിടെയാണ് റിസ്ക് റിവാർഡ് കടന്നു വരുന്നത്. നമുക്ക് 1:5 1:6 ഒക്കെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സക്സസ്ഫുൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കും. എവിടെ? ഓപ്ഷൻ ബൈ. ഒരു ഡയറക്ഷണൽ ട്രേഡറിന് ഒരു 40% സക്സസ് മതി. ഒറ്റ കണ്ടീഷൻ, നമുക്ക് റിസ്ക് റിവാർഡ് എപ്പോഴും കൂടുതലായിരിക്കണം. ഒരു 1:5 ട്രേഡ് ചെയ്യാനായിട്ട്
എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബൈയിൽ നമുക്ക് എന്ത് മതി, 1:4 റിസ്ക് റിവാർഡ് വെച്ച് ഒരു 40% സക്സസ് റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കും. എന്നാൽ ഓപ്ഷൻ സെല്ലിങ്ങിലോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് ഇത്രയും റിസ്ക് റിവാർഡ് കിട്ടത്തില്ല. മാക്സിമം ഒരു 1:1 അല്ലെങ്കിൽ 1:1.5 റേഞ്ചിലൊക്കെയാണ് നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടത്തുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് 60 to 70% സക്സസ് റേറ്റ് വേണം എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ഓപ്ഷൻ സെല്ലിംഗിൽ നമുക്ക് കിട്ടും. ഓപ്ഷൻ സെല്ലിംഗ് മേജർ DK കൂടി നമുക്ക് അനുകൂലമായതുകൊണ്ട് നമുക്ക് ആ ഒരു റിസ്ക് റിവാർഡിൽ ആ ഒരു എഫിഷ്യൻസി കിട്ടും എന്നുള്ളതാണ്. ഒരിക്കലും 90% സക്സസ് റേറ്റ് കിട്ടും എന്നൊക്കെ പറയുന്ന ടിപ്പ് പ്രൊവൈഡേഴ്സിന്റെ ഒന്നും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 1:5 റിസ്ക് റിവാർഡിൽ ഒരു 40% അക്യുറസിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയാൽ പോലും നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡറാണ്. അപ്പൊ ഈ ഒരു 5 ഇമ്പോർട്ടന്റ് പോയിന്റുകൾ നിങ്ങൾ മനസ്സിൽ കൃത്യമായിട്ട് വെക്കുക. ഒന്നാമത്തെ പോയിന്റ്, മേജർ ട്രെൻഡിൽ മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഫ്യൂച്ചറിൽ നിങ്ങൾ ചെറിയ ചെറിയ ട്രേഡുകൾ ചെയ്യരുത്. ഫ്യൂച്ചറും ഓപ്ഷൻസിലും കൃത്യമായിട്ട് ഏതൊക്കെ ട്രേഡ് ചെയ്യണമെന്നുള്ള ഡിസിഷൻ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്, സൈഡ് വൈസ് മാർക്കറ്റിൽ നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യേണ്ട എന്നുള്ളതാണ്. അത് മാത്രമല്ല, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ചെറിയ ട്രെൻഡുകളിൽ ഓപ്ഷൻ സെല്ല് ചെയ്യുക, ഓപ്ഷൻ ബൈ അല്ല ഓപ്ഷൻ സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു പോയിന്റ്, നിങ്ങൾ സെറ്റ് ചെയ്ത നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ, നിങ്ങളുടെ റൂളിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ട്രേഡ് ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടി ആഡ് ചെയ്യുക. അത് മാത്രമല്ല, ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് വെക്കേണ്ട എന്താണ്, നമുക്ക് വലിയ സക്സസ് റേറ്റ് ഇല്ലെങ്കിലും മികച്ച റിസ്ക് റിവാർഡ് മതി നിങ്ങൾക്ക് സക്സസ്ഫുൾ ട്രേഡർ ആകാൻ എന്നുള്ളതാണ്. ഈ പോയിന്റുകൾ നിങ്ങൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക. ഒരു ചലഞ്ച് ഒക്കെ സെറ്റ് ചെയ്യുക, ഒരു 30-40 ദിവസം ചലഞ്ചുകൾ സെറ്റ് ചെയ്യുക, റൂളുകൾ ഫോളോ ചെയ്യുന്നു, റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു പോയിന്റ് ഇടുക. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്താണ്. എന്നിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് എടുത്ത് നോക്കുക. നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണത്. ആ റിപ്പോർട്ടിൽ നിങ്ങൾ ഇംപ്രൂവ് ആവുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ സൂപ്പർ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.